ഇടവലക്കാട് ശ്രീനാരായണ സ്മാരക സാമൂഹ്യ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ മാർച്ച് 2-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് PK ബാലകൃഷ്ണൻ ജന്മശതാബ്ദി ആഘോഷവും സാംസ്കാരിക സമ്മേളനവും സാമൂഹിക സേവാ സംഘം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സ്വാഗത സംഘം കൺവീനർ PD അരവിന്ദാക്ഷൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് PJ നിഷീൽ അധ്യക്ഷത വഹിച്ചു. ആദരവ് ഏറ്റുവാങ്ങലും ഉദ്ഘാടനവും പ്രൊഫസർ MK സാനുമാഷ് നിർവഹിച്ചു. സുനിൽ P ഇളയിടം, അമൽ C രാജൻ, സുദേശ് M രഘു എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA സാജിത്ത്, പഞ്ചായത്ത് അംഗം ബിന്ദു ബെന്നി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. സെക്രട്ടറി KR സന്തോഷ് നന്ദിയും പറഞ്ഞു. മണിഭൂഷണത്തിലും തൂമയോഗ്യനമപാലതന്നിലും ഹേമവിഗ്രഹമരീതി തേടുമി കോമളപ്രഭതിലങ്ങനെ വിഭോ മാറ്റി നിന്നുകരസം മറച്ചതിൽ പോറ്റി പുൽകരുതു തൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടഴും കാറ്റിലാടരുത് നിശിതാഞ്ചലം സാംസ്കാരിക മണ്ഡലങ്ങളുടെ സർഗാത്മക ചൈതന്യമായിരുന്ന ശ്രീ PK ബാലകൃഷ്ണൻ എന്ന പ്രതിഭാശാലിയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ജന്മശതാബ്ദി ആഘോഷത്തിന് ശ്രീ നാരായണ സാമൂഹ്യ സേവാ സംഘം തുടക്കം കുറിക്കുകയാണ്. വൈപ്പിൻകര എന്ന കൊച്ചു ദ്വീപിൽ ജന്മം കൊണ്ടിട്ടുള്ള പ്രതിഭാശാലികളിൽ ജന്മസിദ്ധമായ കഴിവുകൊണ്ട് ഏറെ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ PK ബാലകൃഷ്ണൻ. പദവികൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ആരുടെ മുന്നിലും തലവണിക്കാത്ത അസാമാന്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. വളരെ ക്ലേശകരമായ ജീവിത സാഹചര്യത്തിലായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനവും പത്രപ്രവർത്തനവും സാഹിത്യ പ്രവർത്തനവും. പ്രത്യേകിച്ച് ഇന്റർമീഡിയറ്റ് പഠനകാലത്ത് ക്വിറ്റ് സമരത്തിൽ പങ്കെടുത്ത് 3 മാസത്തെ ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള സമയം. പിന്നീടും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴും സ്വാതന്ത്ര്യ സമര പെൻഷൻ പോലും സ്വീകരിക്കാൻ അദ്ദേഹം ഉണ്ടാക്കിയില്ല. തന്നോടൊപ്പം ജയിലിലുണ്ടായിരുന്നവർ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും മറ്റുമായപ്പോൾ പോലും ഒരു ചെറിയ സഹായത്തിന് വേണ്ടി പോലും അദ്ദേഹം ആരുടെയും മുന്നിൽ കൈവയ്ക്കില്ല. സ്വന്തം കഴിവിലും പ്രയത്നശേഷിയിലും ഉറച്ചു നിന്നു അദ്ദേഹം. ലേഖന സമാഹാരമായ ശ്രീനാരായണ ഗുരു എന്ന കൃതിയാണ് ആദ്യമായി പ്രസിദ്ധ അദ്ദേഹത്തിൻ്റെ പുസ്തകം. 3 കൊല്ലം കഴിഞ്ഞ് 1957 ചന്തുമേനോൻ ഒരു പഠനം എന്ന നിരൂപണ ഗ്രന്ഥം നമുക്ക് സമ്മാനിച്ചു. നല്ലൊരു നോവൽ വായിക്കുന്നതോടുകൂടി വായിച്ചു പോകാവുന്ന ഒരു കൃതിയാണ് ടിപ്പു സുൽത്താൻ. 1959 പ്രസിദ്ധീകൃതമായ ചരിത്രകൃതി. ടിപ്പുവിൻ്റെ സ്വാതന്ത്ര്യബോധം, വ്യക്തിത്വം, ധാർമ്മികത, ഒരു ഭരണാധികാരി എന്ന നിലയിലുള്ള പ്രാഗദർശിത്വം ഇവയെല്ലാം ഗ്രന്ഥത്തിൽ PK വരുത്തി കാട്ടുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പ്രസംഗ കലയിലും സാഹിത്യ നിർമ്മിതിയിലും രാഷ്ട്രീയത്തിലും തിളങ്ങുകയും എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും ആദരവ് നേടിയിട്ടുള്ള വ്യക്തിയാണ്. ശ്രീ സാനുമാഷിൻ്റെ 60ഓളം കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി ഉൾപ്പെടെ ഒരു നെട്ടനവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ സാനുമാഷിനെ എത്തിക്കാൻ പറ്റില്ല ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീനാരായണ സാമൂഹ്യ സേവാ സംഘത്തിൻ്റെ
കമ്മിറ്റി ചാർജെടുത്ത് ഇങ്ങനൊരു സുതരം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആദ്യമേ തന്നെ ആ കമ്മിറ്റി ഈ സംഘവുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി ആളുകളുണ്ട്. അവരുടെയൊക്കെയുള്ള ഉപദേശത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ വേദിയിലിരിക്കുന്ന സെൽഭാഷ് ഉൾപ്പെടെ ശ്രീ രാജൻ, സുരേഷ് സാർ, അതോടൊപ്പം തന്നെ ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കാൻ എത്താമെന്നിരിക്കുന്നത് നിയോജകമണ്ഡലം എംഎൽഎയാണ്. അദ്ദേഹത്തിന് അത്യാവശ്യമായി തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത് നേരിട്ട് വിളിച്ചറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പരിപാടി പങ്കെടുക്കാൻ ഒരുപാട് സങ്കടമുണ്ട് എന്നും അറിയിച്ചുള്ള പരിപാടികളിൽ കൃത്യമായി ഒന്ന് പങ്കെടുക്കാമെന്നും അറിയിച്ചു. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ആദരിക്കുന്ന ശ്രീ സാരഭാഷകൾ തന്നെയാണ് ഇവിടെ ചടങ്ങ് വഹിക്കുക. അതോടൊപ്പം തന്നെ മറ്റു വേദിയിലിരിക്കുന്ന അവരവരുടെ മേഖലകളിൽ അവരുടേതായ വ്യക്തിത്വം കൊണ്ട് വളരെ പ്രശസ്തമായി നിൽക്കും ഒരുപാട് ആളുകളും അതോടൊപ്പം തന്നെ നമ്മുടെ സദസ്സിലും എത്രയെത്രയോ പരമ്പരമായ ആളുകളുണ്ട്. അവരുടെ പേര് പറയുന്നതിൽ പലരും കൊണ്ട് നമ്മുടെ നാടിനെ ഉയർത്തിയ ഒട്ടനവധി ആളുകൾ സദസ്സുണ്ട്. അവരോടും ഈ പരിപാടിയിൽ എത്തിച്ചേർന്നതിനോടുള്ള നന്ദിയൊക്കെ തന്നെയാണ് ആദ്യം പറയാനുള്ളത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇത്തരമുള്ള സാംസ്കാരിക സമ്മേളനങ്ങളുടെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ കാരണം അതുകൊണ്ട് തന്നെ യുവത്വത്തിന്റെ ഇടയിലേക്കൊന്നും ഇത്തരമുള്ള പരിപാടികൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കലുഷിതമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇത്തരമുള്ള ഈ അടുത്ത ചെറിയ സന്തോഷങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ നാളത്തെ നിരന്തരമായി പോകുന്നതിനും കൂടി ഞാൻ വിചാരിക്കുകയാണ്. കാരണം ദൈനംദിനമായി നടക്കുന്ന പത്രമാധ്യമങ്ങളുടെ വായനകളിൽ ലഭിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ സാമൂഹിക അന്തരീക്ഷം എത്ര കലുഷിതമാണ് എന്നും നമ്മൾ ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ പരിപാടി സാമൂഹ്യ സേവാ സംഘത്തിന്റെ കാർമ്മികത്വത്തിൽ ആതിഥേയത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. അതിനേറെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. കൂടുതലായി പറയാതെ നിങ്ങൾക്കൊക്കെ അറിയാം എന്നതിന് അദ്ദേഹം പല നിലകളിൽ ജീവിച്ച ഒരാളാണ്. അദ്ദേഹം പത്രാധിപരായിരുന്നു, അദ്ദേഹം ചെറുതായിരുന്നു, അദ്ദേഹം നോവലിസ്റ്റായിരുന്നു, അദ്ദേഹം സാഹിത്യ വിമർശകനായിരുന്നു. ഈ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ഈ മേഖലകളിലൊക്കെ എഴുതുകയും ഇടപെടുകയും ചെയ്തു എന്ന് മാത്രമല്ല, മിക്കവാറും ഈ മേഖലകളിലൊക്കെ നിർണായകമായ വഴിത്തിരിവുകൾക്ക് കാരണമാകാൻ കഴിഞ്ഞ ഒരാളാണ് ബാലകൃഷ്ണൻ. രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ഏറെ കണ്ടുപിടിയില്ല എന്ന കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതം കൊച്ചിയിലെ ഏറ്റവും സമ്പന്നതമായ നിലയിൽ സ്വർണ്ണമെഡലോടെ 10ാം ക്ലാസ് പരീക്ഷയെല്ലാം പാസ്സായതിനു ശേഷം അദ്ദേഹം രാഷ്ട്രീയ സമരത്തിലേക്ക് എടുത്തു ചാടുകയും പിന്നീട് അദ്ദേഹം ഔപചാരികമായി പഠനം പൂർത്തീകരിക്കാതെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പോവുകയുമാണ് ചെയ്തത്. ആ കാലത്തെ രൂപപ്പെടുത്തിയ വലിയ സ്വാധീനങ്ങളിൽ നമുക്ക് അത്തരം വലിയ മനുഷ്യരെ കാണാം. പഠനത്തെക്കാളൊക്കെ വലുതായി സാമൂഹ്യ ജീവിതത്തെയും അതിലെ പങ്കാളിത്തത്തെയും അതിലെ സംയോജിതതയെയും ഒക്കെ വലുതായി കണ്ട വലിയ മനുഷ്യരെ രൂപപ്പെടുത്തിയ ഒരു കാലത്തിൻ്റെ അടയാളം ബാലകൃഷ്ണൻ്റെ ആ പരിശ്രമത്തിലുമുണ്ട്. സാധാരണ നിലയിൽ ഒരു സംസ്ഥാനത്ത് അന്ന് കൊച്ചി ഒരു രാജ്യമാണ്. കൊച്ചി രാജ്യത്തെ SSLC പരീക്ഷയിൽ 1ാം റാങ്കിലേക്ക് സ്വർണ്ണമെഡലോടെ പാസ്സായ ഒരാൾ സന്നദ്ധമായ നിലയിലുള്ള വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നുയർന്ന് മറ്റ് പല പടവുകളിലേക്കും പോകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ അതെല്ലാം വേണമെന്ന് പറഞ്ഞാൽ അന്ന് പലരെയും പോലെ ആ തലമുറയിൽ ധാരാളം പേര് നമ്മൾ കാണുന്നുണ്ട്. കാണുന്നത് ഇവരൊക്കെ പഠനം നിർത്തി പൊതുജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോയ ആ തലമുറയിൽ മുമ്പോട്ടുള്ള ആളുകളാണ്. ദേശീയ പ്രസ്ഥാനം അത്തരത്തിലുള്ള വലിയ സ്വാധീനങ്ങൾ അന്ന് ചെലുത്തിയിരുന്നു. അതിൻ്റെ വെളിയിട്ട് ഇറങ്ങിയ ഒരാളായിരുന്നു ബാലകൃഷ്ണൻ. പക്ഷെ അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെക്കാലം അങ്ങനെ സജീവമായി തുടർന്നില്ല. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു എന്നത് ശരിയാണെങ്കിലും
അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കാളൊക്കെ വലിയ തോതിൽ നാം ഇന്ന് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് അദ്ദേഹം വിജ്ഞാനത്തിനും കലയ്ക്കും സാഹിത്യത്തിനും നമ്മുടെ സാമൂഹ്യ ചിന്തയ്ക്കും ഒക്കെ നൽകിയ വലിയ സംഭാവനകളുടെ പേരിലാണ്. അത് മുഴുവൻ വിശദീകരിക്കുക ഇവരുടെ ഈ അന്തരീക്ഷത്തിൽ സാധ്യമല്ല. സമയക്രമീകരണങ്ങളുണ്ട് എന്നതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തെ മുൻനിർത്തി പറയാനേ ഉപയോഗിച്ചുള്ളൂ. 3 മേഖലകളിലും അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു മലയാളത്തെ. 1978 വയലാർ അവാർഡ് ലഭിക്കുന്നത് PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ പറഞ്ഞിട്ട് എന്ന നോവലാണ്. മഹാഭാരതത്തെ മുൻനിർത്തി കർണനെയും ദ്രൗപദിയെയും തമ്മിൽ ചേർത്ത് ഒരുപക്ഷെ ഇതിഹാസ ഭാഷയുടെ ഗൗരവം നഷ്ടപ്പെടാതെ ഐതിഹാസികമായ വലിപ്പത്തോടെ മഹാഭാരതത്തിലേക്ക് കടന്നു ചെല്ലുകയും ഒരുപക്ഷെ മഹാഭാരത ഭാഷയുടെ ഐതിഹാസിക മാനത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ആലോചനകളിലേക്ക് അതിനെ ചേർത്ത് വയ്ക്കുകയും ചെയ്ത വലിയ എഴുത്തായിരുന്നു അദ്ദേഹത്തിന്റെ. അത് നമുക്ക് മഹാഭാരതത്തെ മുൻനിർത്തി ധാരാളം നോവലുകളുണ്ട് എന്നറിയാൻ ഏറ്റവും പ്രസിദ്ധമായ വെങ്കിയുടെ 2-ാം ഊഴം ഉൾപ്പെടെ VS ആദിയോ ശിവജി സാവന്തിന്റെ കർണനോ ഒക്കെ പോലെ കൈങ്കില നോവലുകളും അധ്യായങ്ങളും മഹാഭാരതത്തെ മുൻനിർത്തിയുണ്ട്. അതെല്ലാം നിൽക്കെ തന്നെ ഈ 2-ാം ഇനി ഞാൻ ഓർക്കട്ടെ എന്ന നോവല് അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് ഒരു സന്ദർഭത്തിൽ പറയാം. ആ നോവലിന്റെ മൗലികമായ സവിശേഷത ഐതിഹാസികം എന്ന് വിളിക്കാവുന്ന ഒരു ഭാഷാ സ്വരൂപത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മനുഷ്യാവസ്ഥയെ കുറിച്ചുള്ള വളരെ മൗലികമായ ആലോചനകളെ നോവലിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. അതിന് ഇതിഹാസ ഗംഭീരത ഒരു ഭാഗത്തും സമകാലിക മനുഷ്യാവസ്ഥയെ കുറിച്ചുള്ള അതിന്റെ സന്നിഗ്ധതയെ കുറിച്ചുള്ള തീരാത്ത ചോദ്യങ്ങൾ മറുഭാഗത്തും മാനുഷികമായ വൈകാരികതയുടെ അലൈഡികളെ ഒരു ഭാഗത്തും ഇതിഹാസ ഗംഭീരതയെ മറുഭാഗത്തും നിലനിർത്തി മഹാഭാരതത്തിലൂടെ അത്യസാധാരണമായ നിലയിൽ സഞ്ചരിച്ച ഒരു പുസ്തകമായിരുന്നു അദ്ദേഹത്തിന്റെ ഇനി ഞാൻ പറഞ്ഞിട്ട് മഹാഭാരതത്തെ കുറിച്ച് തന്നെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ എഴുത്തച്ഛന്റെ കാവ്യകലയെ കുറിച്ചുള്ള പഠനത്തിൽ പറയുന്ന ഗംഭീരമായ ഒരു വാക്യമാണ്. അദ്ദേഹം പറയുന്നത് ദസ്തയേവ്സ്കിയുടെ നോവലുകൾ എന്ന പോലെ സമകാലികമായി വായിക്കാൻ കഴിയുന്ന കൃതിയാണ് മഹാഭാരതം എന്ന് അദ്ദേഹം പറയുന്നു. മഹാഭാരതത്തിന്റെ ചരിത്രപരമായ ഉള്ളടകളിലേക്ക് വളരെ ആഴത്തിൽ സഞ്ചരിക്കുന്ന 4 പ്രബന്ധങ്ങൾ ആ പുസ്തകത്തിൽ അദ്ദേഹം അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. എഴുത്തച്ഛന്റെ കലയെ കുറിച്ചുള്ളതാണ്. അതെങ്കിലും ചില മഹാഭാരത പഠനങ്ങളും എന്ന വീട്ടിൽ അനുബന്ധമായി ചേർത്ത 4 ലേഖനങ്ങളിൽ എന്തുകൊണ്ട് മഹാഭാരതം തന്നെ ആകർഷിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നോവലിസ്റ്റായിരുന്ന ദസ്തയേവ്സ്കിയിലേക്ക് അദ്ദേഹം അതിനെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. ദസ്തയേവ്സ്കി മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ ഇത്ര ആഴത്തിൽ അഭിസംബോധന ചെയ്തെടുത്ത എഴുത്തുകാർ നമുക്ക് വളരെ കുറവാണ്. എഴുത്തുകാരനായിരുന്നു ദസ്തയേവ്സ്കി. അദ്ദേഹത്തിന്റെ നോവൽ സിദ്ധിയും സാധനയും എന്ന കൃതിയിൽ അദ്ദേഹം പരിഗണനയ്ക്കെടുത്ത 3 വലിയ എഴുത്തുകാർ. ആ 3 വലിയ എഴുത്തുകാരെ നോക്കിയാൽ തന്നെ അദ്ദേഹത്തിന്റെ അഭിരുചിയുടെ സവിശേഷത നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് തരാശങ്കയുടെ ആരോഗ്യകേന്ദ്രമാണ്, മറ്റൊന്ന് ജെയിൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ആണ്, മൂന്നാമത്തേത് ദസ്തയേവ്സ്കിയുടെ കാരംസോറാണ്. പക്ഷേ ജെയിൻ ഓസ്റ്റിനെ മലയാളത്തിൽ ഏറ്റവും മൗലികമായി പരിചയപ്പെടുത്തുകയും ജെയിൻ ഓസ്റ്റിന്റെ രചനാ സവിശേഷതകളെ അത്ര സൂക്ഷ്മതയോടെ നോക്കുകയും ചെയ്ത മറ്റൊരു നിരൂപകനും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉദ്ധരിക്കുന്ന ഒന്നാണ്. PK ബാലകൃഷ്ണൻ ഉറങ്ങാതിരിക്കുക മാത്രമല്ല, ഇന്നത്തെ തലമുറയിൽ എന്നെപ്പോലെ ഒരുപാട് പേരുടെ രാത്രികളെ ഉറങ്ങാത്ത രാത്രികളായിട്ട് മാറ്റിയും ഇന്നും നമ്മളുടെ ചിന്തകളിൽ ഒരു വിമർത്തത്വം തലച്ചോറുകളിൽ നിക്ഷേപിച്ച ഒരു ധൈഷണികനായിട്ടാണ് അദ്ദേഹം ഓർമ്മയിൽ നിൽക്കുന്നത്. PK ബാലകൃഷ്ണൻ കേരളത്തിന് നമുക്ക് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക്, കേരളത്തിൻ്റെ ചരിത്രത്തെ സമീപിക്കുന്നവർക്ക്, കേരളത്തിൻ്റെ വർത്തമാനത്തെ സമീപിക്കുന്നവർക്ക് നൽകിയ സംഭാവന എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം നമ്മളോട് തെളിവ് ചോദിക്കാൻ പഠിപ്പിച്ചതാണ്. സാമ്പ്രദായികമായ ഒരു ചരിത്രം അഥവാ സത്യമെന്ന് നാം വിശ്വസിച്ചു വരുന്ന കാര്യങ്ങൾ, പൊതുവിശ്വാസങ്ങൾ, നമ്മുടെ ചില ധാരണകൾ, ഈ ധാരണകളുടെയൊക്കെ അടിസ്ഥാനം എന്ത് എന്നും നമ്മുടെ വിശ്വാസത്തിന് ഒരു തെളിവുണ്ടോ എന്നും പൊതുവെ പറയുന്ന, പൊതുവെ കരുതുന്ന, ഭദ്രമെന്ന് കാണുന്ന ചില കാഴ്ചകൾ, അതിൻ്റെ അടിത്തറകൾ ഭദ്രമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നും
ശ്രീനാരായണ പ്രതിഷ്ഠിത ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒരു പ്രഭാഷണത്തിൽ ചെല്ലുമ്പോഴാണ് അവിടെ എഴുതി ചെയ്യുന്നതാണ്. ഇവിടെ ആഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നതാണ്. അദ്ദേഹം ചുടുനാടുകയും ആ പ്രസംഗവേദിയിൽ തന്നെ അതിനെ വിമർശിക്കുകയും ചെയ്തു. അവിടുത്തെ ശ്രീനാരായണൻ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹം അവിടെ നിന്ന് അന്ന് അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തെ അതും ശ്രീനാരായണന്റെ സ്ഥാപനം തിരിച്ചുവിടുകയാണ് ചെയ്തത്. അവിടെ പ്രതികരിച്ചതിന് അപ്പോൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവ്വ സോദരതയുടെ വളരെ ഒരു മാതൃകാ സ്ഥാനമാണ് ഗുരു വിഭാവന ചെയ്യുകയും ഗുരുവിന്റെ ആഹ്വാനം അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് യുവാക്കളെ പ്രചോദിപ്പിക്കുകയും അതിലൊരു യുവാവ് സഹോദരൻ ഇവിടെ ഈ ആഹ്വാനം കേട്ട് ഈ നാട്ടിൽ മിശ്രബോധനം നടത്തുകയും ചെയ്തു. അപ്പോൾ ആ വിജ്ഞാന പ്രവർത്തകരുടെ ഈ തരത്തിലുള്ള അതോറിറ്റി ഉണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യമാണ്. അദ്ദേഹത്തെ ആദ്യം ശ്രദ്ധിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അതാണ് ആലോചന. അദ്ദേഹത്തിന് ആരംഭിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകൾ, അദ്ദേഹത്തിന് കിട്ടിയ കഥകൾ, ചില വായിച്ച കഥകൾ അദ്ദേഹത്തിൻ്റെ സൂക്ഷിച്ചു വെച്ചിരുന്നു. പലത് എല്ലാ തരത്തിലും പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. ആ കഥകളിൽ അദ്ദേഹം ആദ്യം പത്തായി മാനവരുടെ സോഷ്യലിസ്റ്റ് പാർട്ടി അതിലാണ് പ്രവർത്തിച്ചിരുന്നത്. അവർക്കൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു സോഷ്യലിസ്റ്റ്. അതിന് പത്രാധിപരും ബാലകൃഷ്ണനായിരുന്നു. അദ്ദേഹം പഠിക്കാതെ ആ പത്രത്തിൽ അവരെ രാജിവെച്ചിരിക്കുന്നു. അതിന് കാരണം പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കൽ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് ചാരന്മാർ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചാരങ്ങൾ മാറുന്നുണ്ടോ പരിശോധിച്ചിരുന്നു. അതിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് രാജിച്ചു പോകുന്നു എന്നാണ്. പക്ഷേ മരിക്കുന്നത് വരെ അദ്ദേഹം അക്കാര്യം മഹരാനോട് കേരളമായ സ്നേഹ ബഹുമാനങ്ങൾ പുലർത്തിയിരുന്നു എന്നെനിക്കറിയാം. അതൊരു സുഹൃത്തുക്കളിൽ മനസ്സിലാക്കുന്നതാണ്. അദ്ദേഹത്തെ പറ്റി വിവരം കഴിഞ്ഞപ്പോൾ എന്നെക്കറിയാം ബാലകൃഷ്ണൻ ക്ലാസ്മേറ്റ്സും കൂട്ടുകാരുമുണ്ട്. എനിക്ക് എഴുതി ഞങ്ങൾ പലരും മത്തായികളെ കൂട്ടുകാരാണ്. അതുകൊണ്ട് മത്തായെന്ന് അവർ പറയില്ല പോയത്. ഞങ്ങൾ പലരും പിരിഞ്ഞു പോയി. പക്ഷെ പിരിഞ്ഞപ്പോഴും ഞങ്ങൾ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി അല്ലാതെ അദ്ദേഹത്തിൽ ഓർമ്മിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ഗുണമാണ് മത്തായി വലിയ ഗുണവിശേഷങ്ങളിൽ ഒന്നാണത്. പഠിക്കുന്നവരിൽ ധാരാളമായ വിശ്വാസവും ബഹുമാനവും അടുത്ത് കിട്ടുന്ന പഠിത്തമാണ്. പ്രേമമില്ലാത്ത മനുഷ്യർ അങ്ങനെ കാലം തുടങ്ങുന്നു. അങ്ങനെ കുടുംബത്തിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു മുസ്ലിം ഭർത്താവിനെയാണ് സ്വീകരിച്ചത്. അവർക്ക് അഡ്ജസ്റ്റിനെ കാണാൻ വന്നത്. അപ്പോൾ അവർ പറഞ്ഞതായി അങ്ങനെ കുടുംബത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾ പലർക്കും ഫലമില്ല എന്നുള്ളതാണ്. ഈ രീതിയിൽ സോഷ്യലിസ്റ്റ് ആയി വരുമാനക്കുറവാണ്. വരുമാനക്കുറവായപ്പോൾ അദ്ദേഹം ആദ്യം കുറച്ച് പുസ്തകം നടത്തി. ബഷീറിൽ നിന്ന് വാങ്ങിച്ച പുസ്തകമാണ്. അവിടെയൊക്കെ ചെന്നാൽ പുസ്തകം നടത്തുന്നയാൾ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നതാണ്. അത് പിടിച്ച ബാലകൃഷ്ണനാണ്. സാഹിത്യപരമായ ലേഖനങ്ങളാണ് കൗമുദിയിൽ കലാകൗമുദിയിൽ എഴുതിക്കൊണ്ടിരുന്നത് ബാലകൃഷ്ണൻ്റെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലബാറിൽ നിന്ന് ഒരു പത്രാധിപർ വേണം. അത് എന്തോ പ്രഭയാണ് പറഞ്ഞത്. അതിന് പത്രാധിപർ സഹോദരനോട് ചോദിച്ചത് പത്രാധിപരോട് സഹോദരൻ ബാലകൃഷ്ണനെ വിളിച്ച് പറഞ്ഞു വിട്ടു. ബാലകൃഷ്ണന് ശേഷം മതപ്രവർത്തകരുടെ രീതിയിൽ വളരെ ആകർഷകമാക്കി തീർത്തു. അതിനകത്ത് പതിവായി ഓരോ ആഴ്ചയിലും എന്നെക്കൊണ്ട് പുസ്തക വിമർശനം കഴിച്ചു. എം.പി. ദേവനെ കൊണ്ട് ചില പടങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ തമ്മിൽ തെറ്റി. അവർ തമ്മിൽ തെറ്റാൻ കാരണം ബാലകൃഷ്ണനല്ല കിട്ടും. അവിടെ ശ്രീനാരായണ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൽ അന്യജാതിക്കാർക്ക് പ്രവേശനമില്ല
എന്ന് എഴുതി വെച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ മതം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ പേരിൽ ഇങ്ങനെ കുറിപ്പെഴുതി വെക്കുന്നത്, ഒരു ബോർഡ് എഴുതി വെക്കുന്നത് തെറ്റെന്ന് വരും. പെട്ടെന്നാണ് സദസ്സിലെ റിയാക്ഷൻ ഉണ്ടായത്. എല്ലാവരും കൂടി ഓടി പ്ലാറ്റ്ഫോമത്തിൽ കയറി അദ്ദേഹത്തിനെ കയ്യെത്താനുള്ള പരിശ്രമം നടന്നു. അന്ന് 2-3 സാഹസികന്മാർ അദ്ദേഹത്തെ സഹോദരമായ സുഗതൻ കൂടെ ഉണ്ടായിരുന്നു. സുഗതനെ അവരെ പ്രത്യേക കാത്തു നിർത്തിയിരുന്നു. അങ്ങനെ വളരെ പാടുവിട്ടാണ് രക്ഷപ്പെട്ടത്. ഒരു പരിപാടി കാണുമ്പോൾ മാത്രമല്ല വളരെ വിപുലമായ രീതിയിലും ബാലകൃഷ്ണനെ കുറിച്ച് വളരെ ഗംഭീരമായ പ്രഭാഷണങ്ങൾ നടത്താൻ കഴിയുന്ന പ്രഭാഷകരെ ക്ഷണിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നടത്തിയ ഒരു വലിയൊരു പരിപാടി എന്ന രീതിയിൽ ഇതിൻ്റെ സംഘാടകരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇതൊരു തുടർച്ചയുണ്ടാകണമെന്ന് ബാലകൃഷ്ണനെ സ്ഥിരമായി അനുസ്മരിക്കുന്ന രീതിയിൽ ഇടവനക്കാട് സ്ഥിരമായൊരു സംവിധാനം ഉണ്ടാകണമെന്നും ഇതിൻ്റെ സംഘാടകരോട് അപേക്ഷിക്കുകയും ഞാനെല്ലാം ബാലകൃഷ്ണനെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ വീടിനടുത്തുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരി പാർവതി ശർമ്മ കാണാനായിട്ട് അദ്ദേഹം പലപ്പോഴാണ് അദ്ദേഹത്തിന് കൂടെ നിന്ന് കാണാറുള്ളത്. അദ്ദേഹം അക്കാലത്തൊക്കെ ഞാൻ വളരെ കേട്ട വായിക്കണം അദ്ദേഹത്തോട് വലിയ ആദരവ് രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ അദ്ദേഹം അന്ന് പ്രവർത്തനത്തിൽ വഹിച്ചിരുന്ന മാധ്യമങ്ങളിലൊക്കെ എഴുതുന്ന ലേഖനങ്ങളെ അക്കാലത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. 87 കാലഘട്ടത്തിൽ. അപ്പോൾ നേരത്തെ ഇവിടെ സുനി സൂചിപ്പിച്ച പോലെ കാലത്ത് 87 കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ അന്ന് അക്കാലത്ത് ആരും നിന്നിപ്പോ ധാരാളം പേര് പറയുന്ന കാര്യങ്ങൾ അന്ന് അധികം പേര് പറയാതെ നിന്ന കാലഘട്ടത്തിലാണ് ബാലകൃഷ്ണ കാര്യങ്ങളെല്ലാം എഴുതിയിരുന്നത്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ കുതിരയെ കുറിച്ചും അദ്ദേഹത്തിന്റെ സാഹിത്യ സഭയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചും വളരെ വിശദമായി ഇവിടെ മുൻ പ്രഭാഷണം സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് അത് ആവർത്തിക്കുന്നതിന്റെ ആവശ്യമില്ല. എങ്കിൽ പോലും ബാലകൃഷ്ണൻ അറിയാത്ത ആളുകൾ, ബാലകൃഷ്ണനെ വായിച്ച് മനസ്സിലാക്കാത്ത ആളുകൾ, കേൾക്കാത്ത ആളുകളുമായിട്ടുള്ള നിരവധി ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉള്ളതുകൊണ്ട് അതിന്റെ തുടർച്ചയുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ SP സഭയുടെ പ്രസിഡന്റായിരിക്കുന്നത്. ബാലകൃഷ്ണനെ വേണ്ട രൂപത്തിൽ മലയാളി അംഗീകരിക്കാത്തത് എന്നുള്ളത് പലപ്പോഴും എന്റെ മനസ്സിലാ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട് അംഗീകരിക്കാത്തതിന് ഒരു കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ പ്രധാനമായിട്ട് പറയുന്നത് ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിഹാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളാണ്. അപ്പൊ ഇടവനക്കാടിന്റെ ചരിത്രത്തിന് അദ്ദേഹത്തിന് വലിയ പങ്ക്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട കുറുക്കോയെ കുറിച്ച് പറഞ്ഞു. ഞാനത് വളരെ ചെറുപ്പത്തിൽ വായിച്ചതാണ്. ഈ നാടിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് എന്റെ ചെറുപ്പത്തിൽ ആ പുസ്തകത്തിൽ നിന്നാണ്. എന്നിട്ട് ഞാൻ ആ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ പ്രസംഗത്തിലെപ്പോഴും പ്ലൂട്ടോ എന്റെ പ്രിയപ്പെട്ട പ്ലൂട്ടോ എന്ന് പറയും. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴുപ്പുള്ളിയെ കുറിച്ച്, ഈ ഇവിടുത്തെ കടകളെ കുറിച്ച്, ആ കടകൾ നടത്തിയിരുന്ന ആളുകളെ കുറിച്ച് ഒക്കെ ആ പുസ്തകത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ചോദിച്ചു, നമുക്കറിയില്ലല്ലോ എല്ലാവരും പഴയ കടകളെ കുറിച്ച്. ഇപ്പോ നമ്മുടെ മോക്കട അതിന്റെ പുറത്ത് നമ്മുടെ നടത്തുന്ന സൈക്കിളുകളെ കുറിച്ച് ഇതിനകത്തുണ്ട്. അന്നത്തെ റോഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചവരെ കുറിച്ചിട്ട്. പിന്നെ ഈ ആന നടന്നു പോകുന്നുണ്ട്, ഈ നമ്മുടെ ഈ കോർട്ടിലൂടെ ആന നടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊക്കെ എൻ്റെ ഒരു ഓർമ്മയുണ്ട്. എൻ്റെ ആ ഓർമ്മയിൽ നിന്ന് പറയാം. അപ്പൊ ഞാൻ അപ്പം ചോദിച്ചത്, അപ്പൊ നമ്മൾ കാണുമ്പോൾ എന്താണ് പാലുണ്ട്, ബസ്സുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു കുഴുപ്പിനെ കുറിച്ച് കൈകളെ കുറിച്ചൊക്കെ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ നാടിനെ കുറിച്ച് എഴുതിയ ബുക്ക് കൂടിയാണ് അതിനുള്ളതാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടിട്ടൊന്നുമില്ല.
ഇങ്ങനൊരു മനുഷ്യൻ എല്ലാ പ്രാസംഗികളിൽ നിന്നും തീർച്ചയായിട്ടും മനസ്സിലേക്കാണ്. അതുകൊണ്ട് തന്നെ 100 വർഷമായിട്ടും ഒരുപക്ഷെ മനോരമ സംഘടിപ്പിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു. കേരളം കണ്ട കഴിഞ്ഞ 50 വർഷമായിട്ട് കേരളം കണ്ട ഏറ്റവും മികച്ച സാഹിത്യ സംബന്ധമായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് ഈ മനുഷ്യന്റെ പേര് 2 പ്രാവശ്യം പറഞ്ഞു. അതിൽ ഒരു പുസ്തകം ഇത് ഞാൻ പറഞ്ഞിട്ട് നോവലിന്റെ ബേസിലായിരുന്നു. രണ്ടാമത്തെ പുസ്തകം ശ്രീനാരായണ ഗുരുവെന്ന ആന്തോളജിയെ ബേസ് ചെയ്യുകയായിരുന്നു. പലപ്പോഴും പലർക്കും ഇരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ശ്രീ കെ ബാലകൃഷ്ണൻ ചെയ്യുന്നത്. ഒരു സാഹിത്യകാരൻ എന്നുള്ള ഉപരി വിമർശകനും പ്രത്യേകിച്ച് ശ്രീ പി കെ ബാലകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ ഇപ്പോൾ പലതും ഞങ്ങളുടെയും നമ്മളുടെ ലേഖനങ്ങളുള്ള പുസ്തക രൂപത്തിലായിട്ടുണ്ട്. പലരും കുറിച്ച് റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു. മുമ്പ് മാതൃഭൂമിയിലും കേരളകൗമുദിയിലും ഒക്കെ വന്നിരുന്ന ലേഖനങ്ങളാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ലേഖനം വന്നു കഴിഞ്ഞാൽ ശ്രീ ബാലകൃഷ്ണൻ ട്വീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പലരും എന്നും തരാനായിട്ട് അനുഭവമായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലോകം അന്നത്തെ വെച്ച് നോക്കുമ്പോൾ പലതും ആധികാരികമായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് ഒരു പരമപുരുഷത്തോടു കൂടി ആൾക്കാർ അങ്ങോട്ടും ഇപ്പം നമ്മൾ ടി വി ചർച്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം പറയുന്നതിനോ നിഷേധിക്കുന്നതിനോ യാതൊരു ബേസിസ് ഇല്ലാതെ തെളിവോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളില്ലാതാണ് അത്തരത്തിലുള്ള ഒരു കാലത്തേക്കാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ പുസ്തകങ്ങൾ വായിക്കുന്ന പലരും നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഇന്ന് ഇത് ഒരു മാധ്യമം കേരളത്തിലെ മാധ്യമം പ്രസിദ്ധീകരിക്കാൻ ധൈര്യപ്പെടുത്തും. ഈ സംഘത്തിന്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് ഈ ഒരു മഹത്വത്തെ കുറിച്ചുള്ള അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്താണ് ഞാനൊരു മെമ്പറായതിനു ശേഷമാണ് ഇങ്ങനൊരു മഹത്വക്തിയോടെ ജീവിച്ചിരുന്നു എന്നെനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. കഴിഞ്ഞ ടേമിൽ ഈ പറഞ്ഞ പോലെ ജീവൻ മിത്ര പ്രസിഡന്റിൻ്റെ മകനൊരു PSC പരീക്ഷയ്ക്ക് പോയപ്പോഴാണ് അദ്ദേഹത്ത് ഒരു ചോദ്യം, ഈ ഒരു മഹത്വക്തിയെക്കുറിച്ചുള്ളൊരു ചോദ്യമാണെന്നുള്ളൊരു സംസാരം ഞങ്ങളുടെ ഇടയിലേക്ക് വന്നത്. അപ്പോഴാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന നടേശൻ ചേട്ടൻ പറഞ്ഞു, ആ മഹത്വക്തി താങ്കളുടെ വാർഡിലാണെന്ന്. അപ്പം ഞാൻ എൻ്റെ വാർഡിൽ ഇങ്ങനെ ഒരു മഹത്വക്തിയല്ലാതെ എനിക്കറിയില്ല. അങ്ങനെ ഞാൻ വാർഡിലേക്ക് ഇറങ്ങിയപ്പോൾ വാഹിദിനെ കണ്ടു. അങ്ങനെ വാഹിദിനോട് ഞാൻ ചോദിച്ചു, വാഹിദെ ഇങ്ങനെ ഒരാളെ പറ്റി പറയുന്നുണ്ട്, ഈ വ്യക്തി എവിടെയാണ് നമ്മുടെ വാർഡിലുണ്ടായത്? ഇപ്പോൾ വാഹിദ് എനിക്ക് കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തന്നു. എന്നുവെച്ചാൽ വാഹിദിനോട് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ 100 നാവോടെയാണ് വാഹിദ് ഈ മഹത്വക്തിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം അതിനുശേഷം പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഈ ഭാരവാഹികൾ ഇതിൻ്റെ സംഘാടകരുടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം എന്നെ പോലെ തന്നെ ഈ പുതുതലമുറയ്ക്കും അതേപോലെ ഈ ഇങ്ങോട്ടേക്ക് ഇതേപോലെ ഞാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു വന്ന വ്യക്തികളാണ്. ഈ പറഞ്ഞ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ വ്യക്തിയെക്കുറിച്ച് അറിയാനായിട്ട് ഇങ്ങനൊരു അവസരം എന്തായാലും ഉണ്ടാക്കിയതിന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഇനിയും ഈ പറഞ്ഞ നമ്മളുടെ തലമുറകളിലേക്ക് ഇങ്ങനൊരു വ്യക്തി നമ്മുടെ പരിസരത്ത് ഇവിടെ താമസിച്ചിരുന്നു, അങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ തലമുറകളിലേക്ക് എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സദസ്സിലിരിക്കുന്ന മഹത്വക്തികളെ നമ്മുടെ ഈ പരിപാടിയുടെ സമാപ്തിയായിരിക്കുകയാണ്. ഈ ചടങ്ങിനെ വളരെ നല്ല രീതിയിൽ പി കെ ബാലകൃഷ്ണന്റെ ജന്മശതാബ്ദി അവരുടെ ഗംഭീരമായ പരിസമാപ്തിയിൽ എത്തിച്ച എല്ലാവർക്കും ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. നമ്മുടെ അധ്യക്ഷത വഹിച്ച ശ്രീ ഈശ്വർ നമ്മുടെ സംഘം പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത
പ്രൊഫസർ സാൽമാഷ് അവർക്ക് ഞാൻ എൻ്റെ പേരിലും ഈ സംഘത്തിൻ്റെ പേരിലും ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രഭാഷകരായ ഡോക്ടർ സുനിൽ പി. ശ്രീ അമൽ സി രാജ്, സുദേശം രഘു എന്നിവർക്കും എൻ്റെ പേരിലും ഈ സംഘത്തിൻ്റെ പേരിലും ഞാൻ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ആശംസകൾ അർപ്പിച്ച നമ്മുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ കെ എ സാദിഖ്, പഞ്ചായത്ത് മെമ്പർ ശ്രീ ബിന്ദു ബിന്നി എന്നിവർക്കും ഞാൻ എൻ്റെ പേരിലും ഈ സംഘത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീ ടി കെ ബാലകൃഷ്ണൻ അവരുടെ മകൻ ഹരികൃഷ്ണൻ അവർക്കും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ പി കെ വിയുടെ മറ്റു കുടുംബാംഗങ്ങൾക്കും കൂടാതെ നല്ലവരായ ഈ പരിപാടി വളരെ വിജയകരമായി പൂർത്തിയാക്കിയ നമ്മുടെ നാട്ടുകാർക്കും മറ്റു മഹൽ വ്യക്തികൾക്കും കൂടാതെ നമ്മുടെ ഈ പരിപാടി വളരെ ഭംഗിയാക്കുവാൻ സഹായിച്ച ഈ കമ്മിറ്റിക്കാർക്കും ഈ സ്വാഗത സംഘ കൺവീനർ അരവിന്ദാചേട്ടൻ മറ്റു എല്ലാ വ്യക്തികൾക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്കും ഇവിടെ ഈ നമുക്ക് ശബ്ദവും വെളിച്ചവും തന്ന സ്റ്റാർ വോയിസിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.